പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്തോം മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ഡിസംബർ 9 മംഗളവാർത്തക്കാലം 1-ാം ശനി. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെ, ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 9 വരെയും. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഏറെ അധ്വാനിച്ചിട്ടും ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കുന്നവരെ കുറിച്ച് നാട്ടുവർത്തമാനത്തിൽ ഇങ്ങനെ പറയാറുണ്ട്: അന്ത്യാഗോളം വെള്ളം കോരി അന്ത്യത്തിൽ കുടമുടച്ചുവെന്ന്. എടുത്ത പണിയെല്ലാം വ്യർത്ഥമായി പോകുന്ന ജീവിത അവസ്ഥ. ക്രിസ്തുമസിന്റെ ഒരുക്കനാളിൽ അത്തരമൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നും ഒരുക്കത്തിന്റെ പൂർണ്ണതയിൽ ക്രിസ്തു നമ്മിൽ ഉറപ്പായും പിറവിയെടുക്കണമെന്നും തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കി തരികയാണ് ഇന്നത്തെ 2 വായനകളും. സുവിശേഷ ഭാഗത്ത് ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്ന യേശുവചനം നമുക്കും വിചിന്തന വിഷയമാക്കാം. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനായി തീരുകയില്ലെന്ന്. മംഗളവാർത്ത കാലത്തിലെ ഒരുക്കത്തിന്റെ ഒരാഴ്ച പിന്നിടുമ്പോൾ പിന്തിരിഞ്ഞു നോക്കാനല്ല, മറിച്ച് ഇനിയും രക്ഷകന് പിറക്കാൻ തടസ്സമായിട്ടുള്ളവയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നാം ആരംഭിച്ച ബെത്ലഹേമിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാനും ഉദ്ദേശിച്ച ലക്ഷ്യം നേടുവാനും നമ്മെ ക്ഷണിക്കുകയാണ്. സമാനമായ ആശയമാണ് ലേഖന ഭാഗത്ത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലനും നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ കുരിശിലൂടെ യേശുമിശിഹ നേടിത്തന്ന രക്ഷയുടെ സന്ദേശം അറിയിക്കപ്പെട്ടതിൽ നിന്നും വ്യതിചലിക്കാനും തീർത്തും പുതിയൊരു സുവിശേഷം സ്വീകരിക്കാനും തക്കവിധം ഗലാത്യക്കാർ എപ്രകാരമാണ് വഴിപിഴച്ചതെന്ന്, ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടി ആരംഭിച്ച ഈ മംഗളവാർത്ത കാലം അവസാനിക്കേണ്ടത് ഉണ്ണിയേശുവിന്റെ പിറവിയിലായിരിക്കണം. എൻ്റെ ഹൃദയത്തിലും എൻ്റെ ജീവിതത്തിലും, അല്ലാതെ ക്രിസ്തുമസിന്റെ കച്ചവടങ്ങളിലും ആഘോഷ തിമിർപ്പുകളിലും ആലവാരങ്ങളിലും അവസാനിക്കരുതെന്ന. ഭൂമിയിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി പിതാവിനെ മഹത്വപ്പെടുത്തിയ യേശുമിശിഹായുടെ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് നാം ആരംഭിച്ച ഈ പുണ്യയാത്ര വിശ്വസ്തതയിൽ പൂർത്തിയാക്കി ക്രിസ്തു ദർശനം സാധ്യമാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.